ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി മൂന്നാറിനടുത്താണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൊന്നാണ്. മൊച്ചക്കുരങ്ങ്, ഹിമാലയൻ കുരങ്ങ്, കടുവ, കരടി, വെള്ള കാട്ടുപോത്ത്, ചാരനിറത്തിലുള്ള മലയണ്ണാൻ എന്നിവയൊക്കെ കാണാം. ചായ കുടിയും കഴിഞ്ഞൊരു കുട്ടിക്കുരങ്ങൻ ഗ്ലാസ് കൊടുത്തുകൊണ്ട് ഓടുന്നതാണ്. ഫാൽക്കൻ, ഡ്രൈ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം ഇത്തരത്തിലുള്ള പക്ഷികളെ കാണാൻ പറ്റും. മാഗ്പൈ റോബിൻ, ഫാൽക്കനാണ്. ഇരയെ തേടി രാവിലെ ഇറങ്ങിയതാണ്. മിനിവിറ്റ്, സ്കാർലറ്റ് മിനിവിറ്റ്, അതിൻ്റെ മെയിലും ഫീമെയിലും. ഇതൊരു ഡ്രോങ്കോ ആണ്. കറുത്ത നിറത്തിലുള്ള ധാരാളം ചിത്രശലഭങ്ങളെ കാണാൻ പറ്റും. അവിടെയുള്ള ചെടികളിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ നമുക്ക് കാണാൻ പറ്റും. ജൈവാംശങ്ങളുള്ള മണ്ണിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കടുവയുടെയോ കരടിയുടെയോ കാട്ടുപോത്തിൻ്റെയോ കാഷ്ടം വീണ മണ്ണിൽ ഇവ കൂട്ടമായി വന്നിരിക്കുന്നത് കാണാം. അവയ്ക്ക് വേണ്ട ഭക്ഷണം അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ളത് അതിൽ തേടുന്നതായിരിക്കും. മണ്ണിൽ ഇത്തരം പറവകളെ കൂട്ടമായി കാണാം. ചില സീസണുകളിൽ ധാരാളമായിട്ട് വരാറുണ്ട്. അത് മാത്രമല്ല, അപൂർവമായി കാണുന്ന ചിത്രശലഭങ്ങളെയും ഇവിടെ കണ്ടുമുട്ടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിരാവിലെ ഇറങ്ങണം. അത്തരം സമയം കണ്ടു വേണം നമ്മൾ ഇറങ്ങുന്നതിന്. കൂട്ടമായി പോകുന്നൊരു സംഘത്തിന് ഇത് കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒറ്റയ്ക്കുള്ള ഒരു തിരച്ചിലിൽ നമുക്കിവയെ കാണാൻ പറ്റും, ചിത്രീകരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അതിന് പെർമിറ്റ് എടുക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അനുവാദം വാങ്ങിയല്ലാതെ ഫോറസ്റ്റിനുള്ളിൽ കടക്കാൻ പറ്റത്തില്ല. എൻ്റെ കൂടെയുള്ളത് നെഹ്റു യുവകേന്ദ്രയിലെ ഒരു അംഗമാണ്. യൂത്ത് അസോസിയേഷനാണ് ഈ കാര്യങ്ങൾ സംഘടിപ്പിച്ചത്, നേരത്തെ പറഞ്ഞുവല്ലോ. ഇനി അവിടെയുള്ള ചുറ്റുമുള്ള പ്രകൃതിയെക്കുറിച്ച് നോക്കാം. ധാരാളം ചിന്നാറിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ മറയൂർ, കാന്തല്ലൂരൊക്കെ ധാരാളം പഴത്തോട്ടങ്ങളുണ്ട്. അതുപോലെ ഉദ്യാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പുഷ്പിക്കുന്ന ധാരാളം ചെടികളും ഒരു നട്ടു വളർത്തുന്നുണ്ട്. നഴ്സറികൾ നാമമാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ധാരാളമുണ്ട്. ആപ്പിൾ കായ്ക്കുന്ന കാന്തല്ലൂരിലെ ഒരു തോട്ടമാണ്. ഇവിടെയും നമുക്കിറങ്ങി കാണാൻ പറ്റും. പണ്ട് കാശ്മീരിലും മറ്റൊക്കെയാണ് ആപ്പിൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആപ്പിൾ കാണുന്നത് സിലിഗുരിയിൽ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കാന്തല്ലൂരിലും ആപ്പിൾ തോട്ടങ്ങളുണ്ട്. ഈ തോട്ടങ്ങളിൽ കൂടി നമുക്ക് പോകാം. പാസ് എടുത്ത് നമുക്കത് കാണാൻ പറ്റും. അത്യാവശ്യം ആണെങ്കിൽ സീസണുകളിൽ അവിടെ നിന്ന് ആപ്പിൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പലതരത്തിലുള്ള ആപ്പിളുകളുണ്ട്. അതുപോലെ തന്നെ പേരക്കയുണ്ട്, സപ്പോട്ടയുണ്ട്, അതുപോലെ തന്നെ റോസയുണ്ട്, ബന്ദിയുണ്ട്. റോസ തന്നെ പല ഇനമുണ്ട്. മഞ്ഞ നിറത്തിലുള്ളത്, റോസ് നിറമുള്ളത്, ചുവപ്പ്, അങ്ങനെ. വേറൊരു തരം ആപ്പിളാണ്. ഇതും ഇവിടെ കായ്ക്കുന്നതാണ്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും മറ്റൊക്കെ ഈ പ്രദേശത്തുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ തരത്തിലും നയന മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്നൊരു പ്രദേശമാണ് കാന്തല്ലൂരും അതുപോലെ തന്നെ ചിന്ന. കാട്ടിലുണ്ടാകുന്നൊരു റോസാണ്. പക്ഷേ അത് നാട്ടിലേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഡാലിയ ആണ്. നമുക്കറിയാം എത്രയോ തരത്തിലുള്ള ഡാലിയകൾ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഹൈറേഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെള്ള ഡാലിയ, മഞ്ഞ ഡാലിയ, അതുപോലെ തന്നെ വളരെ വലുത്, ചെറുത്, ഇതൊക്കെയുണ്ട്. ഇതും റോസാണ്. കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഗോപാലൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഗൈഡായിട്ട് വരുന്ന ഒരു ആളാണ്. യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയാണ് പ്രോഗ്രാമെന്ന് പറഞ്ഞുവല്ലോ. അതിൽ വന്നിരുന്ന ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ശർക്കര ഫാക്ടറിയാണ്. മറയൂർ ശർക്കര പണ്ടേ പ്രസിദ്ധമാണല്ലോ. ഭൗമ പദവി കിട്ടിയതാണ്. പക്ഷേ ഇന്നും ഇത് ശൈശവാവസ്ഥയിലാണ്. കുരങ്ങുകളും മനുഷ്യരും അതുപോലെ തന്നെ മറ്റ് ജീവികളും കാട്ടുജീവികളും ഒക്കെ ധാരാളമുണ്ട്. ഇവയൊക്കെയുള്ള ഒത്തുള്ള ഒരു സഹവാസമാണ് ഈ പ്രദേശങ്ങളിൽ. എത്രത്തോളം നാൾ ഉണ്ടായിരിക്കും ഇവയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രകൃതിക്ക് മനുഷ്യനെ ഒരുപക്ഷെ ആവശ്യമില്ലായിരിക്കാം. പക്ഷേ മനുഷ്യന് പ്രകൃതി വേണമല്ലോ. അതിൻ്റെ ബേർഡ് സർവേക്ക് എത്തിയ ടീമുകൾ ഇതിൽ ഞാനുമുണ്ട്. ഇത് സംഘടിപ്പിച്ചത് പാലക്കാടാണ്. ഈ യൂട്യൂബ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.